ഹായ് ഓൾ, KTU ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ 7th സെമസ്റ്ററിൻ്റെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രിഫേർഡ് നമ്പേഴ്സ്? നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് അറിയാം. നമുക്ക് ഏതൊരു കമ്പോണൻറ്റും മാർക്കറ്റിൽ അവൈലബിൾ ആക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അതേപോലെ ഒരു അസംബ്ലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്പോണൻസ് ഉണ്ട്. അതിൽ തന്നെ നട്ട്, ബോൾട്ട്, ബിയറിങ്സ് അതുപോലെയുള്ള ചില കമ്പോണൻസൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആയിരിക്കും. അങ്ങനെ ചെയ്താലാണ് നമുക്ക് അവിടെ ഇൻ്റർചേഞ്ചബിലിറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റീപ്ലേസ് ചെയ്യുക, ഡിഫക്ട്സ് വരുമ്പോൾ റീപ്ലേസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവണമെങ്കിൽ, ഈസി ആയിട്ട് പോസിബിൾ ആവണമെങ്കിൽ നമുക്ക് ഈ പറയുന്നതൊക്കെ സ്റ്റാൻഡേർഡ് സൈസുകളിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് റെഡിലി മാർക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ കമ്പോണൻസ് അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ പർട്ടിക്കുലർ സൈസുകളിൽ ഓരോ കമ്പോണൻസ് അവൈലബിൾ ആക്കുന്ന സിറ്റുവേഷനിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഏതൊക്കെ സൈസിലാണ് ഒരു ബോൾട്ട് ആണെങ്കിൽ അവൈലബിൾ ആക്കേണ്ട വരിക, അതല്ലെങ്കിൽ ഏതൊക്കെ ഡയമെൻഷൻസിലാണ് ഒരു ബിയറിങ് അവൈലബിൾ ആക്കേണ്ട വരിക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് സൈസുകൾ ചൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ ഒരു കസ്റ്റമറുടെ അതല്ലെങ്കിൽ ഒരു മാനുഫാക്ചറുടെ റിക്വയർമെൻറ്റ്സും കൂടി മീറ്റ് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഷർട്ടുകൾ കടയിൽ പോയിട്ടൊരു ഷർട്ട് മേടിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഷർട്ടുകൾക്ക് അവിടെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സൈസുകളുണ്ട്. ഓക്കെ, 38, 40, 42, 44, 46 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു റേഞ്ചിൽ വരുന്ന സൈസുകളായിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ക്ലോത്തിൻ്റെ കേസിൽ, ഷർട്ടിൻ്റെ കേസിൽ നമുക്ക് കടയിൽ ചെന്ന് അവൈലബിൾ ആവുക. ചില കമ്പനികൾ മാത്രം അതിൻ്റെ ഇടയിൽ ഈ 38, 39 എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ 39 എന്ന് പറഞ്ഞിട്ടൊരു സൈസും ചില ബ്രാൻഡുകൾ അവൈലബിൾ ആക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിലുള്ള സൈസുകളാണ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കസ്റ്റമർ അതിനനുസരിച്ച് പരമാവധി സ്യൂട്ടബിൾ ആവുന്ന ഒരു സൈസിലേക്ക് പോകേണ്ടയും വരും. അതേസമയം ഒരുപാട് സൈസുകൾ നമ്മളിപ്പോൾ 38, 39, 40, 41, ഇനി 41.5 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൈസുകളിൽ ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഇത് ചിലവാവാതെ ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ഷെൽഫിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ലിമിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആക്കുമ്പോൾ അതിൽ വളരെ കുറച്ച് നമ്പർ പ്രൊഡക്റ്റ് മാത്രമാണ് ചിലവാകുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ നമുക്കൊരു വേസ്റ്റ് എന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് വെറൈറ്റീസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രിഫേർഡ് നമ്പേഴ്സ് അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രിഫേർഡ് നമ്പേഴ്സിനുള്ള ഒരു എക്സാമ്പിളാണ് റെനാൾഡ് സീരീസ്. ഓക്കെ, പലതരത്തിലുള്ള പ്രിഫേർഡ് നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ പലതരം സീരീസുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ സീരീസാണ് റെനാൾഡ് സീരീസ്. ഓക്കെ, ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള, അതായത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിഫേർഡ് നമ്പേഴ്സ് പ്രൊപ്പോസ്ഡ് ബൈ എ ഫ്രഞ്ച് ആർമി എഞ്ചിനീയർ ചാൾസ് റെനാർഡ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഈ ഒരു സീരീസ് പ്രൊപ്പോസ് ചെയ്തത്.
ദെൻ അത് നമ്മുടെ ISO സ്റ്റാൻഡേർഡ്സ് ആ ഒരു സീരീസിനെ അഡോപ്റ്റ് ചെയ്തു. ദെൻ ആ ഒരു സീരീസിൻ്റെ ബേസിൽ ഒരുപാട് കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പോണൻസിൻ്റെ സൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ റെനാർഡ് സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 to 10 എന്ന് പറയുന്ന ആ ഒരു നമ്പേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് പല പല കോമ്പിനേഷൻസ് അവൈലബിൾ ആക്കുന്ന ഒരു മെത്തേഡാണ് ഈ റെനാർഡ് സീരീസിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഇത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ, നമ്മൾ മുമ്പ് അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും. അപ്പോൾ ഇതിൽ ഈ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ഒരു മെത്തേഡിലാണ് ഈ റെനാർഡ് സീരീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് ഒരു ജിയോമെട്രിക് സീരീസ് എന്നുള്ളത്. നമുക്ക് അവിടെ ഒരു സ്റ്റാർട്ടിങ് ഒരു ടേം ഉണ്ടായിരിക്കും, ദെൻ ഒരു കോമൺ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും. ഈ ഒരു ഫാക്ടർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സീരീസിലത്തെ ഓരോ നമ്പേഴ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് പോലെ തന്നെയാണ് നമ്മുടെ റെനാർഡ് സീരീസും. അവിടെ സ്റ്റാർട്ടിങ് നമ്പർ 1 ആണ്, ദെൻ നമുക്ക് ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. ആ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 1 to 10 ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ പല പല സൈസുകൾ അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെനാർഡ് സീരീസുകൾ ഇതൊക്കെയാണ്: R5, R10, R20, R40, R80. ഓക്കെ, അപ്പോൾ ഈ ഓരോ സീരീസിൻ്റെയും സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതേപോലെ ഈ ഒരു എല്ലാ സീരീസും 1 to 10 ഇടയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 1 to 10 എന്ന് പറയുന്ന ആ ഒരു നമ്പർ സെറ്റിൻ്റെ ഇടയിൽ നമുക്ക് 5 R5 സീരീസിലാണെങ്കിൽ ഒരു 5 സെറ്റ് ഓഫ് നമ്പേഴ്സ്, സ്റ്റാർട്ടിംഗ് നമ്പർ കൂടാതെ ഒരു 5 സൈസുകൾ, മൊത്തം നോക്കുമ്പോൾ ഒരു 6 നമ്പറുകൾ വരും. സ്റ്റാർട്ടിംഗ് നമ്പർ എപ്പോഴും 1 ആയിരിക്കും. ദെൻ അത് കൂടാതെ ഒരു 5 സൈസുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. R10 സീരീസിലാണെങ്കിൽ 1 to 10 ഇടയിൽ 1 കൂടാതെ ഒരു 10 സൈസുകൾ നമുക്ക് അവൈലബിൾ ആവും. ഓൾറെഡി 1 to 10 എന്ന് പറയുമ്പോൾ 10 നമ്പേഴ്സല്ലേ ഉള്ളൂ, അതിന് വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾക്കിത് സീരീസ് നമ്മൾ എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു സംഗതി പറഞ്ഞതെന്നുള്ളത്. ദെൻ R20 സീരീസ് എന്ന് പറയുന്നതിൽ 1 to 10 എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു 20 സൈസുകൾ, സ്റ്റാർട്ടിങ് നമ്പർ കൂടി കൂട്ടുമ്പോൾ 21 ആവും. ഓക്കെ, അങ്ങനെ മൊത്തം ഒരു 20-21 സൈസുകൾ എന്നുള്ള രീതിയിൽ ഓരോ സീരീസിലും അത്രയും സൈസുകൾ, 1ൻ്റെയും 10ൻ്റെ ഇടയിൽ ഇത്രയും സൈസുകൾ അവൈലബിൾ ആക്കുന്നതാണ് ഈ ഒരു സീരീസിൻ്റെ മെത്തേഡ്. ഇനി R40 സീരീസിലാണെങ്കിൽ 1 to 10ൻ്റെ ഇടയിൽ 40 നമ്പേഴ്സ് നമ്മൾ ഈ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. R80 സീരീസിൽ അതുപോലെ 80 നമ്പറുകൾ ഉണ്ടാവും മൊത്തം. 1 to 10നെയാണ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇത്രയും നമ്പേഴ്സ് കണ്ടെത്തുന്നത്. ഓക്കെ, ദെൻ ഈ ഓരോ സീരീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഫാക്ടർ, കോമൺ ഫാക്ടർ എന്നുള്ള രീതിയിൽ GPയുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ കോമൺ ഫാക്ടർ എന്നുള്ള രീതിയിൽ വരുന്ന ടേമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ്, അതായത് R5 സീരീസിനാണെങ്കിൽ 5th root of 10 which is equal to 1.58. ഇനി R10 സീരീസിനാണെങ്കിൽ 10th root of 10 which is equal to 1.26. R20 സീരീസിന് 20th root of 10 1.12. 40 സീരീസിനാണെങ്കിൽ 40th root of 10 which is equal to 1.06. and R80 സീരീസ് 80th root of 10 which is equal to 1.03. അപ്പോൾ ഈ കാണുന്ന ഫാക്ടേഴ്സ്, ഈ മൾട്ടിപ്ലയിങ് ഫാക്ടേഴ്സ് ഓരോ അതിങ്ങനെ ആ ഒരു ഫാക്ടർ വെച്ചിട്ട് നമ്മൾ GP 1 ഇൻറ്റു ഈ R എന്ന് പറയുന്ന ഫാക്ടർ A ഇൻറ്റു R, ദെൻ A ഇൻറ്റു R², A ഇൻറ്റു R³ എന്നുള്ള രീതിയിൽ നിങ്ങൾ സീരീസുകൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന റെനാർഡ് സീരീസായി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 സീരീസുകൾ R5, R10, R20 എന്ന് പറയുന്ന സീരീസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. R5 സീരീസ് എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ, ദെൻ AR എന്നുള്ളതിൻ്റെ വാല്യൂ ആണ് 1.58.
589 എന്നുള്ള രീതിയിൽ വരുന്നത്. ദെൻ എ ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ 2.51, എ ആർ ക്യൂബ് എന്നുള്ളത് 3.98, എ ആർ റേസ് ടു 4 എന്നുള്ളത് 6.3096, എ ആർ റേസ് ടു 5 അതിൻ്റെ വാല്യൂ 10. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലത്തെ അവിടുത്തെ കോമൺ ഫാക്ടറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് നമ്പർ സീരീസുകൾ കിട്ടും. ഓക്കെ, ഇനി R10 സീരീസ് ആവുമ്പോൾ അതിനും ഇതേപോലെ എ മുതൽ എ ആർ റേസ് ടു 1, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ് തൊട്ട് എ ആർ റേസ് ടു 10 വരെയുള്ള വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ രണ്ടാമത്തെ കോളത്തിലെ നമ്പേഴ്സ് കിട്ടും. അതേപോലെ തന്നെ മൂന്നാമത്തെ കോളത്തിലെയും വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ R5, 10, 20, 40, 80 എന്ന് പറയുന്ന സീരീസുകൾ ഓൾറെഡി നിങ്ങൾക്ക് ഡാറ്റാ ബുക്കിൽ, നമ്മുടെ മഹാദേവൻ ഡാറ്റാ ബുക്കിൽ പേജ് നമ്പർ 451 നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി റനാഡ് സീരീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ ഡെസിമൽ പോയിൻറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് അതിവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇതിനെ നമ്മൾ പ്രിഫേർഡ് നമ്പേഴ്സായിട്ട്, ഈ ഓരോ സീരീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിഫേർഡ് നമ്പേഴ്സാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റനാഡ് സീരീസിലത്തെ വാല്യൂസിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണ് അവർ പ്രിഫേർഡ് നമ്പേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ 1.5849 എന്നുള്ളത് 1.6 ആയി, അതേപോലെ 2.51119 എന്നുള്ളത് 2.5, 3.984 ആയി, 6.3096 6.3 ആയി. അങ്ങനെ ഇത് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പ്രിഫേർഡ് നമ്പേഴ്സ് ആയിട്ട് ഈ സൈസുകളെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാവും. R5 സീരീസിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്പർ കൂടാതെ പിന്നെ ഒരു 5 നമ്പർ കൂടി കാണും. ഇനി R10 ഫസ്റ്റ് നമ്പർ കൂടാതെ പിന്നെ ഒരു 10 നമ്പർ കൂടി കാണും. R20 സീരീസിലാണെങ്കിൽ ഫസ്റ്റ് നമ്പർ കൂടാതെ പിന്നെ ഒരു 20 സൈസ് കൂടി നമുക്ക് അവൈലബിൾ ആവും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ R5 സീരീസും R5ഉം R10ഉം സീരീസുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ R5 സീരീസിലുള്ള വാല്യൂസിൻ്റെയൊക്കെ മിഡിലായിട്ട് ഓരോ വാല്യൂസും കൂടി എക്സ്ട്രാ വരുമ്പോഴാണ് R10 സീരീസ് കിട്ടുന്നത്. ഓക്കെ, 1ൻ്റെ 1.6ൻ്റെ ഇടയിൽ ഒരു 1.25 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. 1.6ൻ്റെയും 2.5ൻ്റെ ഇടയിൽ ഒരു 2 എന്ന് പറയുന്ന വാല്യൂ, 2.5ൻ്റെ 4ൻ്റെ ഇടയിൽ വേറൊരു നമ്പർ, 4 to 6.3 എന്ന് പറയുന്ന റേഞ്ചിൽ വേറൊരു നമ്പർ എക്സ്ട്രാ വന്നു. 6.3ൻ്റെയും 10ൻ്റെ ഇടയിൽ വേറൊരു സൈസ് വന്നു. ഓക്കെ, ഇനി ഇത് R20 സീരീസ് വരുമ്പോൾ എന്തുണ്ടാവും? ഓൾറെഡി അവിടെ R5 സീരീസും R10 സീരീസും അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്പേഴ്സിൻ്റെ ഇടയിൽ എക്സ്ട്രാ കുറച്ച് നമ്പേഴ്സ് കൂടി കയറുമ്പോഴാണ് നമുക്ക് R20 സീരീസ് കിട്ടുന്നത്. R40 സീരീസിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ R5 തൊട്ടുള്ള ഓരോ സീരീസിലും വാല്യൂസ് അവിടെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ മിഡിൽ ഇതിൻ്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ ഓരോ എക്സ്ട്രാ നമ്പേഴ്സ് നമ്മൾ ആ GP വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 1 to 10ൻ്റെ ഇടയിൽ ഇങ്ങനെ ആ ഒരു എക്സ്ട്രാ വാല്യൂസ് കയറി ഇത് 40 എണ്ണാവും, 80 എണ്ണാവും, അങ്ങനെ ഒരുപാട് സൈസുകൾ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു റനാഡ് സീരീസിൻ്റെ ഈ പ്രിഫേർഡ് നമ്പേഴ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള റനാഡ് സീരീസിൻ്റെ അതിൽ തന്നെ ബേസിക് സീരീസ് എന്നും ഡിറൈവ്ഡ് സീരീസ് എന്നും പറയുന്ന 2 കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക് സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ട ആ ഒരു പ്രിഫേർഡ് നമ്പേഴ്സിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ബേസിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ R5 സീരീസ് നമ്മൾ ആദ്യമേ കണ്ട പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റാ ബുക്കിൽ നോക്കിയാലും 1 to 10 എന്നുള്ള റേഞ്ചിലാണ് ഈ നമ്പേഴ്സ് കാണുള്ളൂ. ദെൻ ബേസിക് സീരീസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുമ്പോൾ R5 സീരീസ് എന്നുള്ളത്, അപ്പോൾ മെയിനായിട്ട് 4 സീരീസുകൾ R5, R10, R20, R40 എന്ന് പറയുന്ന 4 സീരീസുകളെയാണ് ബേസിക് സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ R5 സീരീസിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂസിൻ്റെ കൂടെ ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കിത് കിട്ടി. 10, 16, 25, 40, 63, 100. ദെൻ അടുത്ത സീരീസിൻ്റെ കൂടെ ഇതേപോലെ തന്നെ 1 to 10ൻ്റെ വാല്യൂസാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അതിനൊക്കെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്തൊരു, അതായത് R10 സീരീസിൻ്റെ തന്നെ വേറൊരു സെറ്റ് വാല്യൂസ്, അതേപോലെ R20 സീരീസിനും സെയിം മെത്തേഡ്, R40ക്കൊക്കെ എല്ലാത്തിനും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ സെറ്റ് ഓഫ് വാല്യൂസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയാണ് ബേസിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 10 to 100ൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇതെല്ലാം പല സൈസുകളായിട്ട് അവൈലബിൾ ആവുന്നത്. ഓക്കെ,
ദെൻ എന്താണ് ഡിറൈവ്ഡ് സീരീസ്? അപ്പോൾ ഓൾറെഡി നമുക്കൊരു ബേസിക് സീരീസ് ഉണ്ട്. ഈ ബേസിക് സീരീസിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് ഡിറൈവ്ഡ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് സീരീസ് 10 to 100 ആണ്. ഈ ഒരു സീരീസിനെ നമുക്ക് 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് ഈ ഒരു സീരീസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് സീരീസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് 10 to 100 എന്നുള്ളൊരു സീരീസ് R5 സീരീസ് എടുക്കുകയാണെങ്കിൽ 10 to 100 നമുക്ക് വാല്യൂസ് ഉണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വരിയിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 1.6, 2.5, 4, 6.3, 10 എന്ന് പറയുന്ന വാല്യൂസ് കിട്ടി. ഇത് ഓൾറെഡി നമ്മുടെ പ്രിഫേർഡ് നമ്പേഴ്സ് മറ്റും നമ്മൾ ആദ്യം കണ്ടതാണ്. ഒന്നുകൂടി ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തായി? 0.1, 0.16, 0.25, 0.4, 0.63, 0.1 എന്നുള്ള രീതിയിൽ വേറൊരു സീരീസ് ആയിട്ട് മാറും. ഇനി ഇതിനെ നമ്മൾ ബേസിക് സീരീസിനെ 100 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ R5 സീരീസിൻ്റെ 10 to 100 എന്ന് പറയുന്ന വാല്യൂസിനെ നമ്മളൊരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? 1000, 1600, 2500, 4000, 6300 ആൻഡ് 10,000 എന്നുള്ള രീതിയിലുള്ള വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു തരത്തിലുള്ള ഒരു മെത്തേഡ്, അതായത് ഡിറൈവ്ഡ് സീരീസ് ആക്കാനായിട്ട്. അപ്പം നമുക്ക് ഏത് റേഞ്ചിൽ വേണ്ട വാല്യൂസും നമുക്ക് ഈ ഒരു ബേസിക് സീരീസിനെ മോഡിഫൈ ചെയ്തെടുത്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോഴും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ എവിടെയാണ്, എന്താണെന്ന് മനസ്സിലായാലാണ് നമുക്ക് ഈ ഒരു സംഗതിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുള്ളൂ. റനാഡ് സീരീസ് എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് മാത്രമാണ്. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല സംഗതികളിലും ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു റനാഡ് സീരീസ് കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റനാഡ് സീരീസിൻ്റെ തന്നെ ഡിറൈവ് ചെയ്യുന്നതിൽ അടുത്തൊരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് മൊത്തത്തിൽ വേണ്ടി വരില്ല. ഇതിൻ്റെ നമ്പേഴ്സ് ഇപ്പോൾ ഒരു R20 സീരീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെലക്റ്റഡ് റേഞ്ച് നിങ്ങൾക്ക് ആവശ്യം വരണുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു രീതിയിൽ R40 ദെൻ ഒരു ബ്രാക്കറ്റിൽ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് നമ്പറും എൻഡിങ് നമ്പറും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കൊരു സെലക്റ്റഡ് റേഞ്ചിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ റേഞ്ചിലേക്ക് മാത്രം ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെസിഗ്നേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത് R40 സീരീസ്. ആക്ച്വലി ഇത് സ്റ്റാർട്ടിങ് ഫ്രം 1 to 20 എന്നാണ് കേട്ടോ. അവിടെ 40 എന്നല്ല കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് നമുക്കൊരു സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു സെറ്റ് വാല്യൂസ് മാത്രം നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സീരീസിനെ മോഡിഫൈ ചെയ്തെടുക്കാം. ദെൻ പിന്നെ വരുന്നൊരു മെത്തേഡ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീരീസ് ചൂസ് ചെയ്തു, അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ നമ്പേഴ്സും വേണ്ട. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ചില വാല്യൂസ് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് വാല്യൂസ് മാത്രം മതി എന്നൊക്കെ വിചാരിക്കുക. ആ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് R5/3. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് R5 സീരീസാണ് നമ്മുടെ ബേസിക് സീരീസ്. ആ ഒരു ബേസിക് സീരീസിൽ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു നമ്പർ ആ ഒരു രീതിയിലാണ് അവിടെ സ്ലാഷ് ഇട്ടിട്ടൊരു 3 എന്ന് പറയുന്ന ഒരു നമ്പർ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് വരുന്നത്, അതായത് നമ്മൾ ഈ രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ നമ്മളൊരു സീരീസ് നമ്മൾ പുതിയത് ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബേസിക് സീരീസിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് അതിലുണ്ടാവണം. ഓക്കെ, 10 to 100 ആണ്. അപ്പോൾ ഒന്നുകിൽ 10 അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്പറായിട്ടോ എൻഡിങ് നമ്പറായിട്ടോ ഈ പറയുന്ന ബേസിക് സീരീസിലത്തെ ഒരു നമ്പർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് നമ്മൾ /3 ഇട്ട് കാണിക്കുമ്പോൾ ആ ഫസ്റ്റ്
നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തേർഡ് നമ്പറായിരിക്കും നമ്മൾ നമ്മുടെ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ് ആക്ച്വലി സ്കിപ്പായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ R5/2 എന്ന് പറയുന്ന സീരീസ് അത് തന്നെ നമ്മൾ 10 to 400 ഇടയിൽ വേണമെന്നുള്ള വേറൊരു തൊട്ട് മുമ്പ് കണ്ട ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡും അതേപോലെ ഈ ഒരു സ്കിപ്പ് ചെയ്യുന്ന മെത്തേഡും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സാമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് 10 എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പറാണ്. ആ ഒരു 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുത്തു. ദെൻ അതിൻ്റെ ഇടയിൽ 10 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 16 ആണ്. 16 ഒഴിവാക്കിയിട്ട് നമ്മൾ 25 ആണ് പിന്നെ യൂസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ സീരീസിലത്തെ അവിടെ കാണിക്കും. അതിനുശേഷം പിന്നെ എവരി സെക്കൻഡ് നമ്പർ ഇവിടെ സ്കിപ്പ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആയ കാരണം നമ്മുടെ സീരീസിലത്തെ പിന്നീട് വരുന്ന സെക്കൻഡ് നമ്പേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 10 കഴിഞ്ഞു, 16 ഒഴിവാക്കി 25 എടുത്തു. ദെൻ 25 കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു നമ്പർ 40 ആണ്. അത് നമ്മൾ ഒഴിവാക്കി പിന്നെ വരുന്നത് 63 ആണ്. ആ ഒരു നമ്പർ എടുത്തു. ഓക്കെ, പിന്നെ വരുന്നത് 100 ആണ് പിന്നെ വരിക. അത് ഒഴിവാക്കി നമ്മൾ 160ലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബേസിക് സീരീസ് 1 to 100 വരെയല്ലേ ഉള്ളൂ. അത് ശരിയാണ്. ബേസിക് സീരീസ് എന്ന് പറയുന്നത് R5 സീരീസിൻ്റെ ബേസിക് സീരീസ് എടുത്തു കഴിഞ്ഞാൽ 1 to 100 വരെ ഉള്ളൂ. പക്ഷേ R5ൻ്റെ തന്നെ ഡിറൈവ്ഡ് സീരീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ശരിക്കും എൻഡ്ലെസ് ആണ്. അതായത് 10 സ്റ്റാർട്ട് ചെയ്തു, 100 വരെ എത്തി. ദെൻ ആ ഒരു സീരീസിനെ നിങ്ങൾ ഒരു 10 വെച്ചിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഈ 10 to 100 എന്നുള്ളത് 100 to 1000 എന്നുള്ള റേഞ്ച് ആവും. വീണ്ടും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 1000 to 10,000 എന്നുള്ള രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒരു കണ്ടിന്യൂസ് ചെയിനാണ്. 10 to 100 വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 100 കഴിയുമ്പോൾ അടുത്തൊരു നമ്പറായിട്ട് 160 നമുക്ക് കിട്ടും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ആദ്യം 10 കൊണ്ട് ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്തു, വീണ്ടും സീരീസിനെ വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചെയിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഏത് റേഞ്ചിലേക്കും നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ചൂസ് ചെയ്യാം. നമ്മൾ ബേസിക് സീരീസ് എന്ന് പറയുമ്പോൾ അത് 100 വരെ ലിമിറ്റഡ് ആണ്. 10 to 100 അതിൻ്റെ ഉള്ളിലുള്ളൂ. നമുക്ക് വേണ്ടതൊരു 10,000 റേഞ്ചുള്ളൊരു വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യും? R5 സീരീസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഡിറൈവ്ഡ് സീരീസ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയിനായിട്ട് വരും. 100 കഴിഞ്ഞാൽ 160, ദെൻ 160 കഴിയുമ്പോൾ 250, 400, 630, ദെൻ 1000. അത് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് 1600, 2500, 4000, 6300, 10,000 എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സീരീസ് ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ പറയുന്നത് R5/2, ദെൻ അതിൻ്റെ റേഞ്ച് 10 to 400 ആണ്. അപ്പോൾ ഈ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിലത്തെ വാല്യൂസ് എടുത്തു വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആക്ച്വൽ കേസിൽ കുറച്ചധികം നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യവും അതേപോലെ ഈ ഒരു റേഞ്ചും ഫിക്സ് ചെയ്ത കാരണം നമുക്ക് ഇവിടെ ആകെ 5 സൈസുകളെ വന്നിട്ടുള്ളൂ. 10 മുതൽ 400 വരെ 5 സൈസുകളിലേക്ക് നമുക്ക് ഇതിനെ ചുരുക്കാൻ പറ്റി. ഓക്കെ, ദെൻ ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അതായത് R5 എന്ന് പറയുന്ന പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 മുതൽ 10ൻ്റെ റേഞ്ചിലാണ് നമ്മൾ അത് പറയുക. അതിൻ്റെ തന്നെ ബേസിക് സീരീസ് എന്ന് പറയുമ്പോൾ 10 മുതൽ 100 ആയിട്ട് മാറി. പ്രിഫേർഡ് നമ്പേഴ്സിന് ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് R5ൻ്റെ ബേസിക് സീരീസ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഡിറൈവ്ഡ് സീരീസ് ആദ്യം കണ്ട പ്രിഫേർഡ് നമ്പേഴ്സിനെ ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ബേസിക് സീരീസിനെ ഒരു 100 വെച്ചിട്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ഡിറൈവ്ഡ് സീരീസാണ് 0.1 മുതൽ 1 വരെയുള്ളത്. ഓക്കെ, ദെൻ ഈ R5 സീരീസിൻ്റെ തന്നെ ഡിറൈവ്ഡ് സീരീസിന് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു സീരീസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഉള്ളത് 1000 ആണ് കേട്ടോ. 100 എന്നാണ് അവിടെ കിടക്കണത്, അത് 1000 ആയിട്ട് കാണണം. 10, 16, 25, 40, 63, 100, 160, 250, 400,
630, 1000, ദെൻ 1600 എന്നുള്ള രീതിയിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ സ്കിപ്പ് ചെയ്യുന്ന മെത്തേഡ് R5/2 എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ബേസിക് സീരീസിൻ്റെ 10 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് നമ്പറോ എൻഡിങ് നമ്പറോ നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ 10 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ 2 നമ്പേഴ്സ് സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 ഇൻക്ലൂഡ് ചെയ്തു. ദെൻ സെക്കൻഡ് നമ്പർ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു നമ്പറിലേക്ക് പോയി. അതല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് നമ്പറാണ് നമ്മളിവിടെ എഴുതുന്നത് 25. ദെൻ വീണ്ടും നമ്മൾ ഒരു നമ്പർ സ്കിപ്പ് ചെയ്തു. 25 കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന സെക്കൻഡ് നമ്പറാണ് 63. അപ്പോൾ 40 സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ 63 എഴുതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് R5/2 എന്ന് പറയുന്ന ഒരു സീരീസ് വരിക. ദെൻ അടുത്ത ഒരെണ്ണത്തിൽ R5 സീരീസിനെ തന്നെ 10 മുതൽ 400 വരെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിളിലുള്ള കാര്യം തന്നെയാണ്, അതൊന്നും എടുത്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 9 നമ്പേഴ്സാണ് ടോട്ടൽ വരുന്നത്. ദെൻ അതിൻ്റെ നേരത്തെ എക്സാമ്പിളിൽ ഉണ്ടായിരുന്ന സെയിം സംഗതിയാണിത്. 2 എണ്ണം അല്ലെങ്കിൽ R5/2 റേഞ്ച് 10 to 400 എന്നുള്ളത് വരുമ്പോൾ 5 നമ്പേഴ്സിലേക്ക് ചുരുങ്ങിയത് ഈ രീതിയിൽ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഡിറൈവ്ഡ് സീരീസ് സംഗതി അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷേ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. നിങ്ങളതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ്റെ സമയത്ത് ക്ലിയർ ചെയ്യാം. ദെൻ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എന്താണ്? അപ്പോൾ നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് വാല്യൂസ് അല്ലെങ്കിൽ വോൾട്ടേജ് റേറ്റിങ്സ് അത് വരുന്നത് R5 സീരീസിലാണ്. R5ൻ്റെ റെനാർഡ് 5 സീരീസിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിറൈവ്ഡ് വാല്യൂസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കപ്പാസിറ്റേഴ്സിൻ്റെ വോൾട്ടേജ് റേറ്റിങ്സ് വരുന്നത്. ഓക്കെ, അതേപോലെ പിന്നെ വരുന്നൊരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഈ ലിഫ്റ്റിലൊക്കെ ചില കേസിൽ ആളുകളുടെ എണ്ണമായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ ആ ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റി ഇത്ര കിലോഗ്രാംസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. മിക്കവാറും ലിഫ്റ്റുകളിൽ ഇപ്പോൾ ഒക്കെ പലതിലും നമ്പേഴ്സാണ്, അതായത് ഇത്ര പേഴ്സൺസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനീഷ്യലി പലയിടത്തും അത് ഇത്ര കിലോഗ്രാംസ് ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള നമ്പേഴ്സാണ് 630, 800 എന്നൊക്കെ പറയുന്ന വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റി നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും വാല്യൂസിലേക്കാണ്. 630 മുതൽ 2500 കിലോഗ്രാംസ് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ കപ്പാസിറ്റീസ് ഈ റേഞ്ചിലാണ് കാണുക, അല്ലെങ്കിൽ ഈ കാണുന്ന വാല്യൂസ് ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ലിഫ്റ്റിൻ്റെ സ്പീഡ്. ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കൊക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡും ഇതേപോലെ തന്നെ R10 സീരീസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ ഒരു ഡിറൈവ്ഡ് വാല്യൂ 0.63 മീറ്റർ പെർ സെക്കൻഡ് മുതൽ 10 മീറ്റർ പെർ സെക്കൻഡ് വരെയുള്ള വാല്യൂസ്. അപ്പോൾ ഇതിൽ ചില വാല്യൂസ് നമ്മളിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാക്കറ്റിലുള്ള വാല്യൂസിലേക്ക് ചിലപ്പോൾ അത് റൗണ്ട് ചെയ്യാറുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3.1 എന്നുള്ള വാല്യൂ ചില സമയത്ത് 3 ആയിട്ട് റൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ 6.3 എന്നുള്ളത് ചില സമയത്ത് 6 ആയിട്ടും റൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് അതങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നിങ്ങൾ നമ്മുടെ മെഷീൻ ഡിസൈൻ പഠിക്കുമ്പോൾ അതിൽ ബോൾട്ടുകളുടെ സൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ടിൻ്റെ ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ ബോൾട്ടുകൾക്ക് സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സീരീസിൻ്റെ ബേസിലാണ് അവിടെ കാണുക. റെനാർഡ് സീരീസിൻ്റെ ബേസിലാണ് അവിടുത്തെ വാല്യൂസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതേപോലെ ഷാഫ്റ്റ്, നിങ്ങൾ ലെയ്ത്തിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ബ്ലാങ്ക് എന്നും പറഞ്ഞിട്ട് സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ളൊരു അയൺ റോഡ് അല്ലെങ്കിൽ ഒരു സ്റ്റീല് MS റോഡ് നിങ്ങൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു MS റോഡ് പല ഡയാമീറ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് പല ഡയാമീറ്ററിൽ അവൈലബിൾ ആക്കുന്നത്? അതും ഈ പറഞ്ഞ റെനാർഡ് സീരീസിൻ്റെ ബേസിലാണ്. ഓക്കെ, പല ഷാഫ്റ്റ് ഡയമെൻഷൻസ്. അപ്പോൾ നമ്മൾ ഷാഫ്റ്റ് ഡിസൈൻ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലും ഷാഫ്റ്റുകളുടെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസിൻ്റെ ഒരു ടേബിൾ നമ്മുടെ ഡാറ്റാ ബുക്കിലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റെനാർഡ് സീരീസിൻ്റെ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റ് ഓഫ് സൈസ് വാല്യൂസ് ആണെന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ 2
ചെറിയ പ്രോബ്ലംസും കൂടിയും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു പ്രോബ്ലം. ഫൈൻഡ് ഔട്ട് ദി നമ്പേഴ്സ് ഓഫ് R20/4 R20/4 100 to 1000 ഡിറൈവ്ഡ് സീരീസ്. അപ്പോൾ R20 സീരീസിലെ 100 മുതൽ 1000 വരെയുള്ള റേഞ്ചിൽ നമുക്ക് 4 എന്ന് പറയുന്നൊരു സൈസ് വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് വരുന്ന വാല്യൂസ്, 100ൻ്റെയും 1000ൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും വേണ്ട, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള 4 വെച്ച് സ്കിപ്പ് ചെയ്യുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ സാധാരണഗതിയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ R20 സീരീസ് മൊത്തത്തിൽ ഇങ്ങനെ നീട്ടിപ്പരത്തി എഴുതി നിങ്ങൾക്ക് അതിൽ നിന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഓരോ വാല്യൂസായിട്ട് സെലക്ട് ചെയ്ത് എഴുതാം. പക്ഷെ അത് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഒരു 2 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ റനാഡ് സീരീസിന് നമുക്ക് ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഉണ്ട്. നമ്മളതിനെ സീരീസ് ഫാക്ടർ എന്നാണ് വിളിക്കുക. ഇതിന് മുമ്പ് നമ്മൾ R5 സീരീസ് കണ്ടു, അതായത് 5th root of 10. R10 സീരീസിനാണെങ്കിൽ 10th root of 10, 20 സീരീസിന് 20 root of 10 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീരീസ് ഫാക്ടർ, അവിടെ ഒരു നമ്പർ 1 point something എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പറിനെയാണ് നമ്മൾ സീരീസ് ഫാക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ 20 സീരീസ് ആയതുകൊണ്ട് 20 സീരീസിൻ്റെ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1.122 എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ. ഇനി നമ്മളോട് ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പറയുന്ന ഒരു നമ്പർ ഉണ്ട് അല്ലേ, /4 എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിപ്പ് ചെയ്യാൻ പറയുന്ന നമ്പർ ഉണ്ട്. ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റേഷ്യോ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു ഫാക്ടർ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, റേഷ്യോ ഫാക്ടർ 5 എന്നാണ് നമ്മൾ അതിനെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ ഫാക്ടർ 5 എന്ന് പറയുന്നത് നമ്മുടെ സീരീസ് ഫാക്ടർ സ്മോൾ ലെറ്റർ R എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സീരീസ് ഫാക്ടർ എത്രയാണോ വാല്യൂ അതിൻ്റെ റേസ്ഡ് ടു ആ ഒരു സ്കിപ്പ് വാല്യൂ 4 എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള വാല്യൂ. അപ്പോൾ ആ ഒരു 4th പവർ, നിങ്ങളുടെ സീരീസ് ഫാക്ടറിൻ്റെ 4th പവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റേഷ്യോ ഫാക്ടർ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത് 1.5848 എന്നുള്ളൊരു നമ്പറാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 100 മുതൽ 1000 വരെയുള്ള വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു GP, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് നമ്പർ എന്നുള്ളത് 100 ആയിരിക്കും. നമ്മളോട് ആ ഒരു റേഞ്ച് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വാല്യൂ 100 ആയതുകൊണ്ട് ഫസ്റ്റ് നമ്പർ നമ്മൾ 100 ആയിട്ട് എടുക്കും. ദെൻ അതിൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു റേഷ്യോ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സീരീസായി. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് 100, ദെൻ രണ്ടാമത്തെ നമ്പർ കിട്ടാനായിട്ട് ഫസ്റ്റ് നമ്പർ ഇൻറ്റു നിങ്ങളുടെ റേഷ്യോ ഫാക്ടർ, അപ്പോഴത്തേക്കും അടുത്തൊരു വാല്യൂ കിട്ടി 160. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 158.48 എന്നുള്ള രീതിയിലാണ് കിട്ടുക. നമുക്കിതിൻ്റെ പ്രിഫേർഡ് വാല്യൂസ് R20 സീരീസ് നമുക്ക് ഡാറ്റ ബുക്കിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൗണ്ട് ചെയ്തിട്ടുള്ള പ്രിഫേർഡ് വാല്യൂവിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അതിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതേപോലെ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പർ ആയിരിക്കും, അതിനെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടി. ദെൻ തേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ A5 സ്ക്വയർ, ദെൻ A × 5 ക്യൂബ്, A × 5⁴, A × 5⁵ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1000ലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ 100, 160, 250, 400, 630, 1000 ഇതാണ് നമ്മുടെ ഈ ഒരു ഡിറൈവ്ഡ് സീരീസ്. ആ ഒരു ഡിറൈവ്ഡ് സീരീസിലുള്ള നമ്പേഴ്സ് ഇതാണ്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം മനസ്സിലാവും, ഇത് R5 സീരീസ് തന്നെയാണ്. റനാഡ് 5 സീരീസ് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഈ രീതിയിൽ ചെയ്തപ്പോൾ കിട്ടിയത്. 5 സീരീസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ. R5 സീരീസിൽ സാധാരണഗതിയിൽ 10, 16, 25, 40, 63, 100 എന്നുള്ള 100 എന്നുള്ള വാല്യൂസ് ആയിരുന്നു വന്നിരുന്നത്. അത് തന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തപ്പോഴും വന്നു. ഓക്കെ, ദെൻ വേറൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. എ മാനുഫാക്ചറർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാർട്ടിങ് എ ബിസിനസ് വിത്ത് 5 ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ട്രാക്ടേഴ്സ് റേഞ്ചിങ് ഫ്രം 7.5 to 75 kilowatt capacities. Specify power capacities of the models. There is an expansion plan to further increase the number of models from 5 to 9.
to fulfill the requirements of farmers. Specify the power capacities of additional models. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സംഗതി എന്താണ്? ഒരാൾ ഒരു ട്രാക്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇനീഷ്യലി പുള്ളി ഒരു 5 മോഡലാണ് ഇറക്കുന്നത്. ട്രാക്ടറിൻ്റെ 5 മോഡൽ, അതായത് പവറാണ് അവിടെ വേരി ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് മോഡലിൻ്റെ പവർ 7.5 കിലോ വാട്ടാണ്. ദെൻ ഒരു 75 കിലോ വാട്ട് വരെയുള്ള റേഞ്ചിലാണ് ഇയാൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അയാൾക്ക് 7.5-ൻ്റെയും 75-ൻ്റെ ഇടയിലുള്ള ഒരു 5 മോഡലാണ് ആൾ ആദ്യം ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു എക്സ്പാൻഷൻ പ്ലാനായിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് ഈ 5 മോഡലിൽ നിന്നൊരു 9 മോഡലിലേക്ക് 9 മോഡൽസിലേക്ക് ആൾക്ക് ഇതിൻ്റെ വെറൈറ്റീസ് ഒന്ന് ഇൻക്രീസ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനും കൂടി പുള്ളിക്കുണ്ട്. അപ്പോൾ ഈ കേസുകളിൽ ഇപ്പോൾ ആദ്യത്തെ 5 മോഡൽസ് ഇറക്കുമ്പോൾ അതിന് എത്രയാണ് പവർ ഉണ്ടായിരിക്കുക, അതേപോലെ എക്സ്പാൻഷൻ പ്ലാനിൽ വരുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ട് ഏതൊക്കെ പവർ വാല്യൂസ് ആണ് അവിടെ അവൈലബിൾ ആവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയണത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് 5 വാല്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിതിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീരീസിലേക്ക് കൊണ്ടുപോയി ഫിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 7.5 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് നമ്പർ, 75 ആണ് നമ്മുടെ എൻഡിങ് നമ്പർ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണ്ട മോഡൽസിൻ്റെ എണ്ണം 5 ആണെന്നും മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബേസിൽ? അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു ജോമെട്രിക് പ്രോഗ്രഷനായിട്ട് ഇതിനെ നേരിട്ട് എടുക്കുക. ഏതെങ്കിലും ഒരു സീരീസിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള മെത്തേഡാണ് ഇവിടെ ആക്ച്വലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തൊട്ട് മുമ്പ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലത്തെ ഒരു റേഷ്യോ ഫാക്ടർ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് നമ്പർ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 7.5 ആണ്, ലാസ്റ്റ് നമ്പർ 75 ആണ്. അപ്പോൾ 5ാമത്തെ സൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും, എ ഇൻറ്റു 5 എന്ന് പറയുന്നൊരു ടേം, ദെൻ A5², A5³ A5⁴. ഇങ്ങനെയുള്ള 5 വാല്യൂസാണ് വരിക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. A5⁴ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് 75 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് 5 എന്ന് പറയുന്ന റേഷ്യോ ഫാക്ടറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ ഫാക്ടർ ഇവിടെ 1.778 എന്നാണ് കിട്ടിയത്. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ 5 സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കിട്ടിയ വാല്യൂസാണ് 7.5 കഴിഞ്ഞാൽ 13.33. അപ്പോൾ നമ്മളതിനെ 13ലേക്ക് റൗണ്ട് ചെയ്തു. 23.7 എന്നുള്ളതിനെ 24 ആയിട്ട്, ദെൻ 42.155ന് 42, ദെൻ 75. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു റനാഡ് സീരീസായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ കുറച്ച് സെറ്റ് വാല്യൂസ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്തു എന്നുള്ളൂ. ഇതുപോലത്തെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് റനാഡ് സീരീസ് ആയിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു പ്രിഫേർഡ് സെറ്റ് ഓഫ് വാല്യൂസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 5 സൈസുകൾ നമ്മൾ ക്ലിയർ ചെയ്തു. ദെൻ പിന്നെ പറയുന്നത് എക്സ്പാൻഷൻ പ്ലാനാണ്. എക്സ്പാൻഷൻ പ്ലാനിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് 4 അഡീഷണൽ മോഡൽസും കൂടി വേണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്മുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. A5, A5², അങ്ങനെ A5⁸ വരെ വരുമ്പോഴാണ് നമുക്ക് 9 മോഡൽസ് അവൈലബിൾ ആവുക. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ A5⁸ എന്നുള്ളത് 78ഉം എയുടെ വാല്യൂ 7.5ഉം വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ ഫാക്ടർ 5യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ പുതിയൊരു റേഷ്യോ ഫാക്ടർ 1.3335 എന്ന് കിട്ടി. അത് വെച്ചിട്ട് വീണ്ടും ഈ ഒരു 9 വാല്യൂസ് നമ്മൾ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 7.5, 10, 13, 18, 24, 32, 42, 56, 75. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾറെഡി നമുക്കൊരു 5 വാല്യൂസ് ഉണ്ടായിരുന്നത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഇടയിൽ ഓരോ വാല്യൂസും കൂടി 4 വാല്യൂസ് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ 7.5ൻ്റെയും 13ൻ്റെ ഇടയിൽ 10 എന്ന് പറയുന്നൊരു സൈസാണ് എക്സ്ട്രാ ആയിട്ട് വന്നത്. അതേപോലെ 13ൻ്റെയും 24ൻ്റെ ഇടയിൽ 18 എന്ന് പറയുന്നൊരു പുതിയൊരു സൈസ് വന്നു. ദെൻ 24ൻ്റെയും 42ൻ്റെ ഇടയിൽ 32 എന്ന് പറയുന്നൊരു സൈസ് കിട്ടി. ദെൻ 42ൻ്റെയും 75ൻ്റെ ഇടയിൽ 56 എന്ന് പറയുന്നൊരു സൈസ്.
അപ്പോൾ ഇങ്ങനത്തെ അഡീഷണൽ ഒരു 4 മോഡൽ കൂടി നമ്മൾ ആഡ് ചെയ്യണു. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു വാല്യൂസ് അവിടെ തന്നെ ഉണ്ട്, 5 മോഡൽസ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 5 മോഡലിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് പുതിയൊരു 9 മോഡലാക്കി മാറ്റില്ല ചെയ്യണത്. ആദ്യത്തെ ഉണ്ടായിരുന്ന 5 മോഡൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ടൊരു 4 പവർ ഓപ്ഷൻസ് കൂടി നമുക്ക് അവൈലബിൾ ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനോടനുബന്ധിച്ച് റനാഡ് സീരീസിനോട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ DMEക്ക് ഒരു നോട്ട് ബുക്ക് കയ്യിൽ വേണം. ദെൻ അതിൽ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ഓരോ ദിവസവും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ചില ദിവസം തിയറി മാത്രമാണ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് തരും. അതല്ല, പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കീപ്പ് ചെയ്യണം. അതാത് ദിവസങ്ങളിൽ പറയണ പോലെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യും വേണം. ഓക്കെ, താങ്ക് യു.